നമസ്കാരം. ഹാർഡ്വെയർ, GI റൂഫിംഗ് ഷീറ്റ്, അതുപോലെ തന്നെ സ്റ്റീൽ കമ്പികളുടെയൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ എങ്കിൽ ഈ റിപ്പോർട്ട് ഒന്ന് കണ്ടോളൂ. കാരണം ഈ ഒരു റിപ്പോർട്ട്, ഈ ഒരു ബില്ലിങ്ങിലെ ഈ ഒരു ടെക്നോളജി ഇന്ത്യയിൽ ഒരു സോഫ്റ്റ്വെയറിനകത്തും നിലവിൽ ഇല്ല. എന്നാൽ റീറ്റെയിൽ ഐഡി ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ഞാൻ സിമ്പിളായിട്ട് അത് കാണിച്ചു തരാം. നമ്മൾ സെയിൽ പാനലിൽ പോകുന്നു, നമ്മളൊരു ഏതെങ്കിലും ഒരു ഓൾഡ് ബില്ല് ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് 1 സെക്കൻഡ്. പ്രിന്റ് ഇത് കണ്ടോണം. അതായത് സ്റ്റീൽ 10 mm റോഡ്, അത് നമ്മൾ സാധാരണ 45 കിലോ എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്യും. എത്ര പീസ് ഉണ്ടെന്ന് മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ സ്റ്റീൽ റോഡ് 12 mm 5 കിലോ ഉണ്ട്, അത് എത്ര പീസ് ഉണ്ട്. റൂഫിംഗ് ഷീറ്റ് 120 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അത് എത്ര പീസാണ്. നേരെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടില്ലേ, ലോഡിംഗ് ചാർജും ഷിപ്പിംഗ് ചാർജും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നിലവിൽ ആഡ് ചെയ്തിട്ടില്ല, അത് ആഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടെക്നോളജിയാണ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് റീറ്റെയിൽ ഡാഡി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയുള്ളതും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കസ്റ്റമർ കെയർ ടീമും ഉള്ള ഒരേ ഒരു സോഫ്റ്റ്വെയറാണ് റീറ്റെയിൽ ഡാഡി. പ്രവർത്തിക്കുന്നത് കേരളത്തിലും. ഇൻ്റർനാഷണൽ സർവീസ്, ഓൾ ഓവർ ഇന്ത്യ സർവീസ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിനകത്ത് AI സാങ്കേതിക വിദ്യയുണ്ട്. പർച്ചേസ് സെൻ്ററിലേക്ക് നമുക്ക് AI വഴിയാണ് ജസ്റ്റ് ബില്ലിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ChatGPT തന്നെ വർക്ക് ചെയ്ത് ബില്ലെല്ലാം ടൈപ്പ് ചെയ്ത് ക്വാണ്ടിറ്റി എല്ലാം ടൈപ്പ് ചെയ്ത് നമ്മൾ സെല്ലിംഗ് പ്രൈസ് മാത്രം പെർസെൻറ്റേജ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കണ്ട ഫീച്ചേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ സെയിൽ പാനലിൽ പോകുന്നു. നമ്മളിവിടെ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സ്റ്റീൽ റോഡ് 10 mm. ഓക്കെ, ക്വാണ്ടിറ്റിയുടെ സ്ഥലത്ത് വന്ന് നിന്നു. ക്വാണ്ടിറ്റി ഫോർ എക്സാമ്പിൾ ഒരു 300 കിലോ. എൻട്രടിച്ചു താഴത്തേക്ക് വന്നില്ലേ. ഇനി ഈ 300 കിലോ കമ്പി എത്ര പീസസ് ഉണ്ട്. കൺട്രോൾ P എന്ന് പറഞ്ഞ ബട്ടൺ കുത്തുക. പി ഫോർ പൗഡർ നോക്കിയുള്ള P. അപ്പോൾ ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു 147 പീസ് വന്നു. എൻട്രടിച്ചു. അതിനുശേഷം നമ്മൾ അടുത്ത പ്രോഡക്റ്റ് അടിക്കുവാണ്, റൂഫിംഗ് ഷീറ്റ്. അത് നമുക്കൊരു 400 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഓക്കെ, എൻട്രടിച്ചു, താഴത്തേക്ക് വന്നു. അപ്പോൾ ഇത് എത്ര പീസസ് ഉണ്ട്. അത് എത്ര ഉണ്ട്, 8 ഫീറ്റിൻ്റെ റൂഫിംഗ് ഷീറ്റാണ്. അപ്പോൾ കൺട്രോൾ P അടിച്ചു. ഇത് നമുക്ക് ഇപ്പം 400 സ്ക്വയർ ഫീറ്റ് വന്നു. ഫോർ എക്സാമ്പിൾ ഒരു 43 ഷീറ്റാണ് വന്നത്. എൻട്രടിച്ചു. അടുത്ത വീണ്ടും നമ്മളൊരു സ്റ്റീൽ റോഡ് അടിക്കാൻ പോവാണ്. സ്റ്റീൽ റോഡ് 12 mm. 12 mm സ്റ്റീൽ റോഡ് നമുക്കൊരു 400 കിലോ ആണ് ആദ്യം വിറ്റത്. ഇപ്പം നമുക്കൊരു 500 കിലോ വയ്ക്കാം. ഓക്കെ, 500 കിലോ വിറ്റു. 500 കിലോ എൻട്രടിച്ചു, താഴത്തേക്ക് വന്നു. അപ്പോൾ നമ്മൾ നേരെ ഇതുണ്ടല്ലേ, ഇവിടെ നമുക്കിത് കാണാൻ സാധിക്കും. കണ്ടത് അതിൻ്റെ പീസസൊക്കെ ഇവിടെ തന്നെ കാണാൻ സാധിക്കും എത്ര നമ്മൾ ഇട്ടെന്നുള്ളത്. അപ്പോൾ ഏറ്റവും താഴത്തെ എൻ്റെ കൺട്രോൾ P അടിച്ചു. അപ്പോൾ നമുക്കൊരു 500 കിലോ ഉണ്ട്. അപ്പോൾ ഒരു 45 പീസാക്കി എൻ്റർ. ഇങ്ങനെ നമ്മൾ പീസസും ഇതെല്ലാം ആഡ് ചെയ്യുന്നു. ഞാനൊന്ന് ബില്ലടിക്കാം. ബില്ലടിക്കുന്ന മുമ്പായിട്ട് നമുക്കിത് ലോഡിംഗ് ചാർജ് ഉണ്ടാകും. നമ്മളിവിടുന്ന് നമ്മൾ കസ്റ്റമറുടെ അടുക്കൽ അയക്കുമ്പോൾ ഷിപ്പിംഗ്, അത് ട്രാൻസ്പോർട്ടേഷൻ, അതായത് നമ്മുടെ വണ്ടിക്കൂലി. അപ്പോൾ നമ്മൾ ലോഡിംഗ് ചാർജ് ആഡ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ L, ലോഡിങ്ങിൻ്റെ L. നമുക്ക് ലോഡിംഗ് ചാർജ് ഇത്രയും ലോഡ് ചെയ്തപ്പോൾ ഒരു 600 രൂപയായി. എൻ്റർ അടിക്കുക. തൊട്ടടുത്ത പോപ്പ് സ്പോട്ടിൽ വന്നു കഴിഞ്ഞു. ഷിപ്പിംഗ് ചാർജ് എത്രയാണെന്ന്. 0 ആണെങ്കിൽ 0 ഇടാം, ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് എന്ന് ഇടാം. നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഒരു 900 രൂപ. എൻ്റർ അടിച്ചു. ഇനി നേടേ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ക്വിക്ക് പേ ബട്ടൺ. ഇനി അഥവാ കസ്റ്റമർക്ക് ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്ഷനും ഉണ്ട് കേട്ടോ, ക്വിക്ക് ക്രെഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻവോയ്സ് വന്നു കഴിഞ്ഞു. ഇൻവോയ്സ് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഇച്ചിരി ഒന്ന് കുറയ്ക്കാം അല്ലേ, ഒരു 100-150 എടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഫസ്റ്റിലത്തെ പ്രോഡക്റ്റ് 147 പീസ് 300 kg അല്ല അതിൻ്റെ എമൗണ്ടൊക്കെ വന്നു. റൂഫിംഗ് ഷീറ്റ് അത് പക്ഷേ റൂഫിംഗ് ഷീറ്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റില്ല, കണ്ടോ ഇവിടെ സ്ക്വയർ ഫീറ്റ് എന്ന് കാണാൻ പറ്റും. 43 പീസ് 400 kg. അടുത്തത് നമുക്ക് 500 കിലോ സ്റ്റീൽ 12 mm 45 പീസ്. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ബിൽ എമൗണ്ട് ഇവിടെ വന്നു, GST എല്ലാം വന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 600 രൂപ 900 രൂപ കൂടി ആഡ് ചെയ്തു. കണ്ടോ, മൊത്തം 71,100 രൂപ, 70,100 രൂപ.
വളരെ കൃത്യമല്ലേ, സിമ്പിളല്ലേ, ആർക്കും മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ അതാണ് റീറ്റെയിൽ ആയിട്ട് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ 12mm 10mm റോഡും ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തതെന്ന് നോക്കാം. കമ അതിന് വളരെ സിമ്പിളാണ്. നമുക്കിവിടെ ആഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, പർച്ചേസ് സെൻറ്റർ വഴി ആഡ് ചെയ്യാം, ഡയറക്റ്റ് ആഡ് ചെയ്യാം, വിത്ത് സ്റ്റോക്ക്, എക്സൽ വഴിയും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ഡിഫാൾട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയേക്കുക. നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ്, ഫോർ എക്സാമ്പിൾ സ്റ്റീൽ റോഡാന്നിരിക്കട്ടെ, അത് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റുകളെല്ലാം ഒരേ കാറ്റഗറിയിലും ഒരേ GSTയിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. KGസിലാണ്, കിലോഗ്രാംസ്. GST ഫോർ എക്സാമ്പിൾ 5 ആണോ 18 ആണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, സെറ്റ് ഡിഫോൾട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കിലോഗ്രാംസിലായിരിക്കും ആഡ് ചെയ്യാൻ പോകണം അല്ലേ. ഇത് നോക്കിക്കോണേ, ന്യൂ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തു. സ്റ്റീൽ റോഡ്, നമ്മൾ എൻ്റർ അടിക്കുന്നു. പർച്ചേസ് പ്രൈസ് ഇടുക. ഫോർ എക്സാമ്പിൾ സ്റ്റീൽ റോഡ് എത്ര എമ്മിൻ്റെയാണെന്ന് കൂടി ഇടാം. നമുക്കിവിടെ ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ ഒക്കെ അടിച്ച് ഞാൻ വർക്ക് ചെയ്യാം. സ്റ്റീൽ റോഡ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു 14 mm എൻ്റർ അടിച്ചു. പർച്ചേസ് പ്രൈസ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു 55 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നു. എൻ്റർ അടിക്കുന്നു. ക്വാണ്ടിറ്റി, നമ്മൾ പർച്ചേസ് ചെയ്ത ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇവിടെ ഡയറക്റ്റായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു 1000 kg അടിച്ച് കയറ്റാം. ബാർക്കോഡൊന്നും അടിക്കേണ്ട. MRP, സെയിൽ ചെയ്യാൻ പോകുന്ന പ്രൈസ് നമുക്കൊരു 68 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നു. 68 എൻ്റർ അടിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതേ ഇവിടെ സെയിൽ കാണിച്ചു തരാം. സെയിൽ പാനലിൽ പോകുന്നു. നമ്മൾ സ്റ്റീൽ റോഡ് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് 14 mm വന്നുണ്ടോ, ഇതേ. ഇനിയിപ്പോൾ ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ വിൽക്കാൻ പോവുകയാണേ, ഒരു 200 കിലോ വിൽക്കാൻ പോവുക. എൻ്റർ അടിക്കുന്നു. പിന്നെ 200 കിലോ വിൽക്കണം കേട്ടോ. 1000 kg മേടിച്ച് 200 കിലോ വിൽക്കാൻ പോവുക. എൻ്റർ അടിച്ചു. താഴത്തേക്ക് വന്നു. ഇതിൻ്റെ നമുക്ക് പീസസ് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇതൊരു 55 പീസുണ്ട്. എൻ്റർ അടിച്ചു. ലോഡിംഗ് ചാർജ് ഉണ്ട്. കൺട്രോൾ L അടിക്കുക. ഒരു 300 രൂപ ലോഡിംഗ് ചാർജ്. എൻ്റർ. ഒരു 500 രൂപ ട്രാൻസ്പോർട്ടേഷൻ. എൻ്റർ. ഇനി നമ്മൾ ക്വിക്ക് പേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടില്ലേ, 55 പീസുണ്ട്. ക്വാണ്ടിറ്റി 200 kg ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ബില്ലടിച്ചു. എത്ര ഈസിയാന്ന് നോക്കിയത് കൈകാര്യം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോക്ക് റിപ്പോർട്ട് കാണണം. നമ്മളിപ്പോൾ മേടിച്ച സ്റ്റീലിലെ റിപ്പോർട്ട്സിനകത്ത് പോയിട്ട് സ്റ്റോക്ക് റിപ്പോർട്ട്, റെക്കോർഡ്സ്, സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ഇതിനകത്ത് പോകണം. നമ്മളെ ലൈവ് സ്റ്റോക്ക് നമുക്ക് കാണാൻ പറ്റും, എത്രയൊക്കെ സ്റ്റോക്കുകളാണ് ഉള്ളതെന്ന്. ഇതുണ്ടല്ലോ എത്ര സ്ക്വയർ ഫീറ്റാണ് ഉള്ളത്. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് 14 mm, ഇതുണ്ട് 800 kg ഇപ്പം നിലവിൽ സ്റ്റോക്കുള്ളത്. നമ്മുടെ ഉണ്ടായിരുന്ന 1000 kg ആണ് നമ്മൾ ആഡ് ചെയ്ത് 200 kg വിറ്റു. ഇനി ബാക്കി 800 kg. ഓരോ ഇതിനുണ്ടല്ലോ പ്രത്യേകം സ്റ്റോക്ക് റിപ്പോർട്ടും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എക്സാക്ട് ക്ലിയർ ടാക്സ് റിപ്പോർട്ടും കിട്ടും. ടാക്സ് റിപ്പോർട്ട് കണ്ടോ, ടാക്സ് റിപ്പോർട്ട്സിൽ നമ്മുടെ GST ഫയലിങ്ങിലുള്ള കംപ്ലീറ്റ് റിപ്പോർട്ട് A to Z, ബിൽ വൈസ് ഉണ്ട്. പിന്നെ സെയിൽ രജിസ്റ്റർ ഐറ്റം വൈസ് ഉണ്ട്. നമ്മളിപ്പോൾ സെയിൽ ചെയ്ത പ്രൊഡക്റ്റുകളൊക്കെ ചെയ്ത് ഇത് നമുക്ക് നേരെ എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ എന്താ പറയുക CA കൊടുക്കാം, GST ഫയൽ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കംപ്ലീറ്റ് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് എല്ലാം ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് റീറ്റെയിൽ ഡാഡി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.